ശ്രീധരൻ പിള്ളയെ മാറ്റി എന്നുള്ള വാർത്ത വരികയാണ്. ഗവർണർ സ്ഥാനത്തു നിന്നും ശ്രീധരൻ പിള്ളയെ മാറ്റിയിരിക്കുന്നു. അശോക് ഗജപതി രാജു പുതിയ ഗോവ ഗവർണറാകും. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, എന്താണ് ഇപ്പോൾ ഈ ഗവർണറുടെ മാറ്റം? ശ്രീധരൻ പിള്ളയെ മറ്റെവിടെയെങ്കിലും നിയമിക്കുമോ? 3 സ്ഥലങ്ങളിലെ ഗവർണർമാരെയാണ് മാറ്റിയിരിക്കുന്നത്. ഒന്ന് ഹരിയാന, ഗോവ, അതോടൊപ്പം തന്നെ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്നീ സ്ഥലങ്ങളിലെ ഗവർണർമാർക്കാണ് ഇപ്പോൾ മാറ്റമുള്ളത്. അശോക് ഗജപതി രാജുവാണ് ഗോവ ഗവർണറായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ശ്രീധരൻ പിള്ളയെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിയാനയിലെ ഗവർണറായി അശ്വിൻ കുമാർ ഘോഷിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി കവീന്ദർ ഗുപ്ത ഇപ്പോൾ നിയമിതനായിട്ടുണ്ട്. 3 മാറ്റങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ശ്രീധരൻ പിള്ള മിസോറാമിൽ നിന്നാണ് നേരെ ഗോവയിലെ ഗവർണറായി വന്നിരുന്നത്. കഴിഞ്ഞ 4 കൊല്ലമായി അദ്ദേഹം ഗോവ ഗവർണറായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. പുതിയ സ്ഥാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി രാഷ്ട്രപതിയുടെ കമ്മ്യൂണിക്കയിൽ പറയുന്നില്ല. എന്തായാലും പുതിയ തീരുമാനങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മിസോറാം ഗവർണറായിരുന്നു നേരത്തെ അദ്ദേഹം, പിന്നാലെയാണ് ഗോവ ഗവർണറായിട്ട് നിയമിക്കുന്നത്. ഇപ്പോൾ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും ശ്രീധരൻ പിള്ളയെ മാറ്റിയെന്നുള്ള വിവരമാണ് വരുന്നത്. അശോക് ഗജപതി രാജു പുതിയ ഗവർണറായിരിക്കുന്നു. ഒപ്പം ഹരിയാന, ലഡാക്ക് ഗവർണർമാർക്കുമാണ് മാറ്റമുണ്ടാകുന്നത്. വസന്തി, മാറ്റമുണ്ടാകുന്ന പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് അതിന്റെ ഒരു നടപടി എന്ന് പറയുന്നത്, ഗവർണർ മാറ്റം? ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. അതായത് ഗവർണർമാരെ മാറ്റി നിയമിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. അതിപ്പോൾ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് ശ്രീധരൻ പിള്ളയെ മാറ്റി അശോക് ഗജപതി രാജുവിനെ നിയമിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയാണ് അശോക് ഗജപതി രാജു. TDPയിലെ നേതാവായിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള ഗജപതി രാജു. അദ്ദേഹം ദീർഘകാലം കേന്ദ്രമന്ത്രിയായി തുടർന്ന ഒരാളാണ്. സിവിൽ ഏവിയേഷന്റെ ചുമതല ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയും ഇപ്പോൾ അശോക് ഗജപതി രാജിനെ വീണ്ടും ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരികയും ചെയ്തു.